ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വർക്ക് എവിടെയാണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്നത്തെ വർക്കിന് പോണത് ഈ കാണുന്ന ആളായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരായിന് ഇവളെന്നുള്ളത്. അപ്പോൾ ഇവളാണ് നമ്മുടെ നയന. 24 വയസ്സ്, മാരീഡാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഈ നയന എന്നുള്ള പേരെങ്ങനെയാണ് വന്നത് കഴിഞ്ഞാൽ അവളുടെ കെട്ടിയവനെ എല്ലാവരും വിളിക്കുന്നത് ഡേവിഡ് എന്നാണ്. അപ്പോൾ ഡേവിഡിൻ്റെ പെണ്ണ് നയന. അപ്പോൾ ആൾ കുറച്ച് കലിപ്പിലാണ് കേട്ടോ. എത്ര മണി അയ്യോ സോറി. അപ്പോൾ ഇവളുടെ കാര്യം പറഞ്ഞാൽ നമ്മളിന്ന് എവിടേക്കാണ് വർക്കിന് പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലേ. അതെ, അപ്പോൾ നമ്മളിന്ന് ദീപ്തി ചേച്ചിയുടെ വർക്കിനാണ് കേട്ടോ പോകണത്. ദീപ്തി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, ദീപ്തി കല്യാണി. അപ്പോൾ നമ്മളിന്ന് ആളുടെ വർക്കിനാണ് പോണത്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ടൈം നേരം വഴിയ കാരണം നമ്മൾ വേഗം തന്നെ അവരുടെ വീട്ടിലെത്തിയപ്പോഴോ വല്ലവരുടെ വീട്ടിൽ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൾ പോണേ. പിന്നെ ഒരു കാര്യം, അമ്മയോട് വർത്തമാനം പറയുമ്പോൾ ഏരോ മാർക്ക് ശ്രദ്ധിക്കണേ. ചാവക്കാട് ചാവക്കാട് പുന്ന. ഇതാ ആരാ ചേച്ചി? അമ്മയാണോ? അതെ. അങ്ങനെ അമ്മയോട് സംസാരിക്കുമ്പോഴത്തേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏരോ മാർക്ക് ശ്രദ്ധിക്കാൻ. ആ പോയ പോക്കതേ ഊഞ്ഞാലേക്കാണ് കേട്ടോ പോയിട്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ചേച്ചി വന്നു കേട്ടോ. ചേച്ചി കുറച്ച് ലേറ്റായി. ഞങ്ങളവിടെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചേച്ചി വന്നത്. പക്ഷേ ചേച്ചിനെ കണ്ട് ഞങ്ങൾ ഹാപ്പിയായി. പക്ഷെ വേറൊരു കാര്യം ചേച്ചി പറഞ്ഞു. അതെന്താന്ന് നിങ്ങൾ നേരിട്ട് തന്നെ കേട്ടോ. അല്ല, എനിക്ക് അല്ല, ഞാൻ നോക്കി പൂഞ്ഞാലി ആടിയത് അതിവള്. ഞാൻ ചിന്തിക്കേട്ടാ, ഓ ഇത്രയും മോളുണ്ടല്ലേ, എന്നെ വിളിച്ച ആളുടെ ഫേസ് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചിന്തിക്കൂ, ഞാൻ നോക്കി മേലെന്ന് ആടുന്നു, ഇത്ര വലിയ മോളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ നേരെ വർക്കിന് കയറാമെന്ന് വിചാരിച്ചിട്ടാ. വർക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അതിൽ ലോട്ടസ് വേണമെന്ന് ചേച്ചിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോട്ടസിനോടുള്ളൊരു ബ്രൈഡൽ മെഹന്തി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ബ്രൈഡൽ മെഹന്തിയാണ് നമ്മൾ ഇടുന്നത്. അതെന്താ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും വഴിയെ കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തെ ചൂടായ കാരണം ചേച്ചിയുടെ മേലെ റൂമിലേക്ക് പോയിട്ടോ. റൂമിലേക്ക് പോകുമ്പോഴത്തേനും ചേച്ചിയുടെ അമ്മ നമുക്ക് കഴിക്കാനുള്ള ചായയും സ്നാക്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചടപടയെ വെച്ച് ഞങ്ങൾ ഫ്രണ്ട് ഹാൻഡ് എങ്ങനെയും കഴിക്കാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ ദാ ഫ്രണ്ട് ഹാൻഡ്. ഈ ഒരു ഭാഗം വരെ ചേച്ചിക്ക് എന്തായാലും ഇഷ്ടമായി. അടുത്തത് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം.